ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെനി ജിജോ. എൻ്റെ വക സെന്റ് ജോൺസ് വളർച്ചർ പത്തുകര. ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഉത്തിരിയ മണികളുടെ പരിശുദ്ധ കന്യ മറിയത്തോടുകൂടെ യേശുവിലേക്ക് അടുക്കുന്ന ഒരു ജപമാല മാസം കൂടി വന്നെത്തിയിരിക്കുന്നു. ജീവിതയാത്രകളിൽ യാതനകളുടെ മധ്യേ ചലിക്കുന്ന മനുഷ്യൻ തിന്മയുടെ ശക്തിയെ എതിർത്തു നിൽക്കാൻ ഏറ്റുപാടേണ്ട പ്രത്യാശയുടെ ഗീതമാണ് മറിയത്തിന്റെ ശാസ്ത്രഗീതം. കുരിശോളം കൂട്ടായ അമ്മയുടെ വരികളിലൂടെ നമുക്കും അത് ഏറ്റുപാടി ശ്രമിക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെ വാക്യങ്ങൾ. മറിയത്തിന്റെ ശാസ്ത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതിനാൽ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗവതിന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് മറിയം അവളോട് കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.